കർക്കിടകത്തിലെ പാവപ്പെട്ടവരുടെ പഞ്ചകർമ്മത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ പഞ്ചകർമ്മം നടത്തുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനൊക്കെ പുറന്തള്ളാനും ശരീരപുഷ്ടിക്കും ആരോഗ്യവർദ്ധനവിനും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സാധാരണക്കാർക്ക് അപ്രാപ്യമായി തീർന്നിരിക്കുകയാണ്. കുറഞ്ഞ ഒരു ദിവസം ഒരു 5000 രൂപ ചെലവ് വരും. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക്, കുറഞ്ഞ വരുമാനക്കാരായവർക്ക് പഞ്ചകർമ്മത്തിന്റെ അതേ പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള കർക്കിടക ട്രീറ്റ്മെന്റ് എങ്ങനെ നടത്താൻ സാധിക്കും, ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പഞ്ചകർമ്മത്തിന്റെ പ്രധാന ഭാഗം ശരീരത്തിന്റെ ക്ലീനിങ് ആണ്, ശുദ്ധീകരണ പ്രക്രിയയാണ്. അതിന് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് വിരേചനമാണ്, വയറിളക്കലാണ്. കർക്കിടക ചികിത്സ ആരംഭിക്കുന്നതിന് ഒരു 3 ദിവസം മുമ്പ് അവിപത്യ ചൂർണം ഉപയോഗിച്ചിട്ട് നമുക്കത് നിർവഹിക്കാവുന്നതാണ്. പലതരത്തിലുള്ള വയറിളക്കുന്ന വിരേചന ഔഷധങ്ങൾ ഉണ്ടെങ്കിലും ആപത്ത് വരാത്ത സാധനമാണ് അവിപത്യ ചൂർണം. ഒരു 2 സ്പൂണോ 2.5 സ്പൂണോ രാവിലെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഒരു 4 മണിക്ക് കഴിച്ചാൽ മതി. ഒരു 5 മണി 6 മണി ആകുമ്പോഴേക്കും വയറ്റിൽ നിന്ന് പോയി തുടങ്ങും. ഒരു 4, 5, 6 പ്രാവശ്യം പോയി കഴിയുമ്പോൾ ഉപ്പിട്ട കഞ്ഞി കുടിച്ചാൽ നിന്നുകൊള്ളും. പ്രമേഹമുള്ളവരോ ശരീരശേഷി കുറഞ്ഞ ആളുകളൊക്കെ ആകുമ്പോൾ ചില മുൻകരുതൽ എടുക്കേണ്ട ആവശ്യമാണ്. കാരണം ശരീരം ക്ഷീണിച്ച ആളുടെ സംബന്ധിച്ച് വയറിളക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രഷർ കുറയാൻ സാധ്യതയുണ്ട്, ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്, ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 ഇളനീര് കരിക്ക് കരുതുന്നത് നല്ലതാണ്. കരിക്കിൽ കുറച്ച് ഉപ്പിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം കുറഞ്ഞുകൊള്ളും. അല്ലെങ്കിൽ ഓവാർസ് ലായനി മേടിച്ചിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഇതൊന്നുമില്ലെങ്കിൽ കുറച്ച് ഉപ്പ് പഞ്ചസാര ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഉച്ചയ്ക്ക് നമുക്ക് സാധാരണ ഫുഡ് കഴിക്കാം. അതിന് ഇഞ്ചി തൈര് ഒരു ഭാഗമാക്കി മാറ്റണം. 1 സ്പൂണ് തൈരും കുറച്ച് ഇഞ്ചിയും ചേർത്തിട്ട് ഇത് ആഹാരത്തിനൊപ്പം കഴിക്കണം. അല്ലെങ്കിൽ പ്രീബയോട്ടിക് ക്യാപ്സൂൾ മേടിച്ചിട്ട് നമുക്ക് ആഹാരത്തിന് മുമ്പ് 4 നേരം കഴിച്ചാലും വളരെ നല്ലതാണ്. കയ്യുണ്യം അല്ലെങ്കിൽ കയ്യോന്നി, കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഔഷധത്തിന്റെ ഇല പറിച്ച് പിഴിഞ്ഞ 3 തുള്ളി നീര് ഇടത് മൂക്കിലും വലത് മൂക്കിലും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒഴിക്കുക. സ്റ്റൊമക്കില് അതുപോലെ നമ്മുടെ സൈനസിന്റെ ഭാഗത്തുള്ള കഫവും മാലിന്യങ്ങളൊക്കെ പുറത്തു പോകാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. സ്വല്പം നീരിലുണ്ടാവും, പക്ഷേ ഒരു 10-15 പ്രാവശ്യം തുപ്പി കഫമെല്ലാം പുറത്തു പോയിക്കോളും. കണ്ണ് ശുദ്ധീകരിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇളനീർ കുഴമ്പ് ഓരോ തുള്ളി 2 കണ്ണിലും ഇറ്റിച്ചാൽ മതി. അടുത്തത് സ്വേദന പ്രക്രിയയാണ്. അത് വളരെ സിമ്പിളാണ്. വെയിലത്തിരുന്ന് നന്നായി വേർക്കുക. നമ്മുടെ ത്വക്കിലൂടെ ശരീരത്തുള്ള മാലിന്യത്തിന്റെ നല്ല ശതമാനം പുറത്തു പോകുന്നതാണ്. മാത്രമല്ല വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇതോടെ പരിഹരിക്കപ്പെടും. കർക്കിടക മാസത്തിലെ തേച്ചുകുളി വളരെ കേമമാണ്. ഈ ത്വക്കിലൂടെയുള്ള ടോക്സിൻ വിസർജനത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ നമ്മളുടെ സ്വേദഗ്രന്ഥികളൊക്കെ വരാനും സൗകര്യം തുറന്നു വരാനും അത് ഉപകരിക്കുന്നതാണ്. അതിന് പിണ്ടതൈലം കുഴമ്പോ ധന്വന്തരം കുഴപ്പോ അല്പം ചൂടാക്കിയിട്ട് ശരീരത്തെ ശരിക്കും തേച്ച് പിടിപ്പിക്കുക, സ്വയം തടവുക. 1/2 മണിക്കൂർ നേരത്തിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. വിയർപ്പിലൂടെ ആയാലും മൂത്രത്തിലൂടെ ആയാലും മാലിന്യങ്ങൾ പോണെങ്കിൽ ശരീരത്ത് ആവശ്യത്തിന് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് 2-3 ലിറ്റർ വെള്ളവും കൂടി നമ്മൾ ദിവസവും കഴിക്കണം. പല തവണയായിട്ട് കുടിച്ചാൽ മതി. അതിന് പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. പ്ലാവില ഞെട്ടിട്ട വെള്ളം ഉപയോഗിക്കാം, ചെറുളിട്ട വെള്ളം കുടിക്കാം, കൂവളത്തിൻ്റെ ഇലയിട്ട വെള്ളം കുടിക്കാം, തഴുതാമയിട്ട വെള്ളം കുടിക്കാം, മല്ലിയിട്ട് വെള്ളം കുടിക്കാം, ചുക്കിട്ട് വെള്ളം കുടിക്കാം. ഏത് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന. ശരീരത്തിൻ്റെ ബാഹ്യമായ ശുചീകരണം കഴിഞ്ഞാൽ ആന്തരികമായ ശുചീകരണം കൂടി ആവശ്യമാണ്. ഇതിനാണ് പണ്ട് തൊട്ടേ കർക്കിടക ഔഷധക്കഞ്ഞി സേവിച്ചിരുന്നത്. ഔഷധക്കഞ്ഞിയുടെ പ്രധാന ഉദ്ദേശം നമ്മളുടെ സെല്ലുകൾ ക്ലീൻ ചെയ്യലാണ്. നമ്മളുടെ കോശങ്ങൾക്കുള്ളിൽ നമ്മളുടെ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്താക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കലാണ് ഉദ്ദേശം. അതിന് ദശമൂലങ്ങളും ദശപുഷ്പങ്ങളും അതുപോലെ ആശാളി, ശതകുപ്പ തുടങ്ങിയ സാധനം ചേർത്തിട്ടുള്ള ഔഷധക്കഞ്ഞിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഔഷധക്കഞ്ഞിയുടെ ക്ലീനിങ് നടക്കുന്നത് സത്യമാണ്. ക്ലീനിങ്ങിനോടൊപ്പം ഹീലിംഗ്, ഒരു പുനർനിർമ്മാണ പ്രക്രിയ, സെൽ ആക്ടിവേഷൻ, റീകൺസ്ട്രക്ഷൻ കൂടി സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഔഷധക്കഞ്ഞി മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഔഷധങ്ങൾക്ക് പുറമെ നവധാന്യങ്ങളും റീകൺസ്ട്രക്ഷൻ സഹായിക്കുന്ന ധാരാളം പ്രോട്ടീൻ നിറഞ്ഞിട്ടുള്ള നട്ട്സുകളും സീഡുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കഞ്ഞി മിക്സാണ്. കുറഞ്ഞത് 7 ദിവസമെങ്കിലും ഈ കഞ്ഞി കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് ക്ലീനിങ്ങും
ഹീലിംഗ് നടക്കുന്നതാണ്. കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ട് ചില പഥ്യങ്ങളും ആവശ്യമാണ്. മരുന്നില്ലെങ്കിലും രോഗം പഥ്യം കൊണ്ട് ശമിച്ചിടും, പഥ്യമില്ലെങ്കിൽ മാറില്ല 100 ഔഷധങ്ങളാണെന്ന് പറയും. അതുകൊണ്ട് ഏതൊരു ട്രീറ്റ്മെന്റിനും പഥ്യം ആവശ്യമാണ്. പ്രധാനമായിട്ടും ആഹാരശുദ്ധിയാണ്. ആഹാരശുദ്ധി പാലിക്കണം. ശരീരത്തിനകത്തേക്ക് ടോക്സിനുള്ള ആഹാരങ്ങൾ കൊടുക്കരുത്. നമ്മൾ മരുന്നിലൂടെയും പഞ്ചകർമ്മത്തിലൂടെയും ഈ ടോക്സിൻ പുറന്തള്ളിയിട്ട് വീണ്ടും ടോക്സിനുള്ള വിഷമുള്ള ആഹാരം കഴിക്കുന്നതിന് പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുക. പറ്റുവാണെങ്കിൽ 7 ദിവസം ഹോട്ടൽ ഭക്ഷണവും അതുപോലെ ബേക്കറിയിലെ ഭക്ഷണങ്ങൾ, കളർ ചേർത്ത ഭക്ഷണം, സ്മെല്ല് ചേർത്ത ഭക്ഷണം, കേടാവാതിരിക്കാൻ ഉള്ള പ്രിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണം, അജനാമോട്ട ചേർത്ത ഭക്ഷണം, അങ്ങനത്തെ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. മത്സ്യം, മാംസം, മദ്യം, മുട്ട, പാല്, തൈര് തുടങ്ങിയ സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക. ഈ ദിവസങ്ങളിൽ ആഹാരം കഴിക്കുമ്പോൾ ചൂടുള്ള ആഹാരം കഴിക്കണം. രാവിലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വൈകുന്നേരം ചൂടാക്കി കഴിക്കുന്ന പ്രക്രിയ നമ്മൾ 7 ദിവസമെങ്കിലും അവസാനിപ്പിക്കണം. അത് അനാരോഗ്യകരമാണ്. മറ്റൊന്ന്, കഠിനമായ അധ്വാനങ്ങളിൽ ഏർപ്പെടരുത്. ശരീരം ടോക്സിൻ റിമൂവ് ചെയ്യണമെങ്കിൽ ശരീരത്തിന് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ ഈ പ്രക്രിയ നടക്കില്ല. അതുകൊണ്ട് കഠിനമായ അധ്വാനം, കർക്കിടക ഔഷധക്കഞ്ഞി കൊഴിച്ച് പഥ്യം നോക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കണം. നമ്മൾ 14 ദിവസം പൂർണ്ണമായ ബ്രഹ്മചര്യം പാലിക്കണം. ഏതൊരു ജീവിത വിജയത്തിനും ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. ശരീരമാണ് ജീവിത വിജയത്തിനുള്ള ഉപകരണം. അതിന് ശക്തമാക്കി നിർത്തണം. അതൊരിക്കലും നഷ്ടമായി കണക്ക് കൂട്ടരുത്. അതിനുവേണ്ടി 6, 7 അല്ലെങ്കിൽ 8, 10 ദിവസം നമ്മൾ ചെലവഴിക്കുന്നത് ഒരു വിഷമമായിട്ടും കരുതരുത്. അതിൻ്റെ 10 ഇരട്ടി പ്രയോജനം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും. ഇത്തരം അനവധി പ്രകൃതി സംബന്ധമായ അറിവുകൾ മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്ററിന്റെ സുഖജീവൻ എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നതാണ്. കൂടാതെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുഖജീവൻ എല്ലാ മാസവും ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട്. ആ ക്ലാസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ അഭ്യസിച്ച് വളരെ ഫലപ്രദമായിട്ട് രോഗങ്ങളില്ലാതെ ആരോഗ്യത്തെ ജീവിക്കാൻ സാധിക്കുന്നതാണ്.